മമ്മിക്ക് മാഡത്തോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മമ്മിക്ക് മോള് മാത്രമേ ഉള്ളൂ. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. അതിന് എനിക്ക് ദോഷം വരുന്ന കാര്യം എന്താ? നവീനുമായുള്ള ബന്ധം, കളരിക്കൽ തറവാടുമായുള്ള ബന്ധം. ആ തറവാടിനൊരു ശാപമുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ആ കളരിക്കൽ തറവാട്ടിലെ പൂജാരി നേരിട്ടാ. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. നിശ്ചയ ദിവസം പൂജാരിമാര് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു. ഇത് നിസ്സാര ശാപം അല്ല മാഡം. കളരിക്കൽ തറവാട്ടിലെ ഒരു മുറിയില് ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ശാപത്തിനിരയായ സ്ത്രീകളാ. അവരിത് നമ്മളോട് മറച്ചു വെച്ചു. നീ നവീന്റെ വധുവായിട്ട് ആ തറവാട്ടിലേക്ക് പോയാ നിന്നെ കാത്തിരിക്കുന്നതും അതേ ശാപവിധി തന്നെ ആയിരിക്കും മോളെ. നിശ്ചയ ദിവസം അവരുടെ സർപ്പകാവ്യം നടന്ന പൂജയില്ലേ, അത് ശാപമോക്ഷത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു. അവരുടെ പൂർവികർക്ക് വീണ ശാപത്തിന് നിന്നെ ഇരയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ മമ്മി? അതെ, പരമമായ സത്യം. എന്റെ മമ്മി, ഈ 2025-ലും ഈ സയന്റിഫിക് യുഗത്തിലും ഇത്ര ഒരു മണ്ടത്തരം മമ്മി വിശ്വസിച്ചല്ലോ. മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. മമ്മിയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അയ്യേ, ഇതാണോ സിത്താര ശ്രീനിവാസ്? മോശം മോശം മോശം. വിശ്വാസങ്ങളെ പരിഹസിക്കരുത് മാഡം. ഓ, അപ്പൊ സിനി ചേച്ചിയാണ് ഇതിന്റെയൊക്കെ കാരണം. കഷ്ടമുണ്ട്. ആ മമ്മി, ഇതുപോലത്തെ ശാപകഥകളൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ശാപകഥകൾക്കും മറ്റും ഭയങ്കര ഡിമാൻഡാ. നമുക്ക് ബിസിനസ് ചെയ്യാന്നേ.